മാർച്ചിലാണ് പോയത്. അപ്പോൾ സ്കാൻ ചെയ്തായിരുന്നു. അതിലും കുഴപ്പമൊന്നും പറഞ്ഞില്ല. പിന്നെ 3-ാം മാസത്തിൽ സ്കാൻ ചെയ്ത്, NT സ്കാൻ ചെയ്ത്, ഡബിൾ മാർക്ക് ടെസ്റ്റ് ചെയ്ത്, അതിലൊന്നും നോർമലായിരുന്നു. ഡോക്ടർ ഒരു കുഴപ്പവും പറഞ്ഞില്ല. പിന്നെ ബെഡ് റെസ്റ്റ് പറഞ്ഞിരുന്നു. അത് എൻ്റെ ചില കുഴപ്പങ്ങളുണ്ട്, പ്ലാസൻ്റയുടെ കുഴപ്പങ്ങളുമുണ്ട്. പിന്നെ 5-ാം മാസത്തിൽ അനോമലി സ്കാനിങ്ങിലും കുഴപ്പമൊന്നും പറഞ്ഞില്ല. എല്ലാം നോർമലാണ്, കുഞ്ഞിനൊരു കുഴപ്പമില്ലെന്നാണ് പറഞ്ഞത്. പിന്നെ 7-ാം മാസത്തിൽ ഫ്ലോയിഡ് കൂടുതലാണ്, അതുകൊണ്ട് ബെഡ് റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഫുള്ള് ബെഡ് റെസ്റ്റ് ആയിരുന്നു കൊടുത്തിരുന്നത്. നിലവില് നമുക്ക് 3-ാം മാസം തൊട്ട് സ്കാൻ ചെയ്തപ്പോഴത്തേക്ക് പറഞ്ഞിരുന്ന കാര്യങ്ങളിൽ ഫുള്ള് റെസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ റെസ്റ്റിന്റെ ഭാഗമായിട്ട് 3-ാം മാസം തൊട്ട് ഇവിടുന്ന് ആശുപത്രി പോകുന്നത് വരെ നമ്മൾ റെസ്റ്റ് കൊടുത്തിരിക്കുമായിരുന്നു. പ്ലാസിന്റെ താഴെ ആയതുകൊണ്ടും കൊച്ചു വലുതാകുന്നതനുസരിച്ച് പ്ലാസിന്റെ മേളിലോട്ട് കയറും. അന്നേരത്തേക്ക് റെസ്റ്റ് മാറാം. 30-ാം തീയതി വന്ന് അഡ്മിറ്റ് ആകാനായിട്ട് ഷേർലി മാഡമാണ് പറഞ്ഞിരിക്കുന്നത്. വൈകല്യത്തിന്റെ കാര്യമൊന്നും അപ്പോഴും പറഞ്ഞു. വൈകല്യം എന്ന് പറയുന്ന ഒരു വിഷയം ഇതിനെ സംസാരിച്ചിട്ടില്ല. വണ്ടാന ആശുപത്രിയിൽ ചെല്ലുമ്പോഴത്തേക്കാണ് വൈകല്യത്തിന്റെ വണ്ടാന ആശുപത്രിയിൽ ചെന്ന് ഒരു 20 മിനിറ്റ് ആയപ്പോഴത്തേക്ക് അവിടുത്തെ ഡ്യൂട്ടി ഡോക്ടർ എന്നെ കാണുമെന്ന് പറയുകയും ഞാൻ ചെന്ന് കാണുകയും ചെയ്തതിന്റെ ഇതില് പുള്ളിക്കാരി ഇങ്ങനെ പറഞ്ഞത്, നിങ്ങൾക്ക് എല്ലാം അറിയാമായിരിക്കുമല്ലോ. ഞാൻ പറഞ്ഞു, എന്താ മാഡം, അത് ഇന്ന വൈകല്യങ്ങൾ ഉണ്ട്. അത് ഞാൻ പറഞ്ഞില്ല, മാഡം പറഞ്ഞപ്പോഴത്തേക്കാണ് ഞാൻ അത് അറിയുന്നത് എന്ന് പറഞ്ഞു. എന്നാൽ നിങ്ങളത് കരുതി മനസ്സിൽ അതിനെ തരണം ചെയ്യാൻ തയ്യാറായിക്കൊള്ളുക എന്ന് പറഞ്ഞു. ഇന്ന വൈകല്യങ്ങൾ കുട്ടിക്കുണ്ട്. അപ്പൊ നമ്മള് പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു വൈകല്യമായിരിക്കും എന്ന്. നമ്മളിപ്പോ വൈകല്യം ഉണ്ടാവും, ആന്തരിക അവയവ വൈകല്യമാണ് പറഞ്ഞിരുന്നത്. അത് കഴിഞ്ഞിട്ട് 8-ാം തീയതി ഓപ്പറേറ്റ് ചെയ്ത് പുറത്തെടുത്ത്. അപ്പൊ സുറുമി ഓപ്പറേഷൻ ടേബിളിൽ സുറുമി കിടക്കുന്നു. സുറുമി അവിടെ അൻസ്തേഷ്യയിൽ കിടക്കുമ്പോഴത്തേക്കും സുറുമി പറയുന്നുണ്ട്, ഓപ്പറേറ്റ് ചെയ്തിട്ട് കൊച്ച് 2 ദിവസമേ ജീവനോടെ കാണൂ, അതുകൊണ്ട് പ്രസവം നിർത്തണോ വേണ്ടയോ എന്ന് സുറുമിയുടെ ഹസ്ബൻഡിന്റെ അടുത്ത് ചോദിച്ചിട്ട് വാ എന്ന് പറയുന്നു. അപ്പൊ ഡോക്ടർമാര് 2 ദിവസം ആകുമ്പോഴത്തേക്കും മരിക്കുമെന്ന് അവര് വിധി എഴുതിയതാണ്. അത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് നേരെ കുഞ്ഞിനെ ICUലേക്ക് കൊണ്ടുപോവുക. ഈ ICUലാണ് പിന്നെ ഓക്സിജൻ മാസ്ക് വെച്ചിട്ടാണ് കുഞ്ഞ് ഇത്രയും നാളും ആശുപത്രിയിൽ നിന്നത്. അത് കഴിഞ്ഞ് 21-ാം തീയതി ഞങ്ങൾ അവിടുന്ന് ഡിസ്ചാർജ് ആക്കി. ഇത് നേരെ ഡിസ്ചാർജ് ആക്കിയിട്ട് ഞങ്ങൾ ചോദിച്ചു, ഇനി എന്തോ ഫർദർ ട്രീറ്റ്മെന്റ്? അത് ആസ്റ്ററിലോ പിന്നെ അമൃതയിലോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തോ പോകണം. കൊച്ചിന് ഹാർട്ടിന്റെ പ്രശ്നമാണ്, കണ്ണ് തുറക്കുന്നില്ല, കാലിന് അംഗവൈകല്യം, പിന്നെ വാ തുറക്കുന്നില്ല, കണ്ണ് ഉള്ളിലോട്ടാണ്, മിഴി ഉള്ളിലോട്ടാണ്, പിന്നെ ശ്വാസതടസ്സം, നാക്ക് ഇറങ്ങി പോവുക, അങ്ങനെയുള്ള ഒരുപാട് വൈകല്യങ്ങൾ ഈ കുട്ടിക്കുള്ളത്. ഇത്രയും വൈകല്യമുള്ള ഒരു കുട്ടിയുടെ കേസ് ഈ ഡോക്ടർമാരുടെ അനാസ്ഥയല്ലേ? ഈ അനാസ്ഥ എന്ന് പറഞ്ഞാൽ ഏത് സ്കാൻ ചെയ്താലും ഇപ്പോഴത്തെ സാഹചര്യവും ടെക്നോളജിയും വെച്ച് അകത്ത് കിടക്കുന്ന കുഞ്ഞിന് മരുന്ന് വരെ കൊടുക്കുന്ന കാലമാണിത്. അന്നേരത്തേക്കാണ് ഇങ്ങനൊരു അനാസ്ഥ. അത് മിഡാസ് ലാബിലും ചെയ്തിട്ടുണ്ട്, ശങ്കേഴ്സ് ലാബിലും ചെയ്തിട്ടുണ്ട്. ഇവർ രണ്ടുപേരുടെ ഭാഗത്തുനിന്നും ഇതിനൊരു റിപ്പോർട്ട് ഡോക്ടർക്ക് കൊടുത്തിട്ടുണ്ടാകാൻ കൊടുത്തിട്ടില്ല. അത് നമുക്ക് സ്വകാര്യ ലാബിലേക്ക് എങ്ങനെയാണ് പരിശോധന? സ്വകാര്യ ലാബിലേക്ക് പരിശോധനയ്ക്ക് പോകുന്നത് ഞങ്ങൾ ആദ്യമേ മിഡാസിലാണ് കാണിച്ചത്. മിഡാസിനെ കാട്ടി ക്ലാരിറ്റി കൂടുതൽ സ്വകാര്യ ലാബായ ശങ്കേഴ്സിനാണ്. അങ്ങനെയാണ് ശങ്കേഴ്സിലേക്ക് പോകുന്നത്. അവിടെയാണ് മെയിൻ സ്കാൻ ചെയ്തിരിക്കുന്നത് ശങ്കേഴ്സിലാണ്. 3-ാമത്തെ ഡബിൾ ഡോട്ട് സ്കാൻ ചെയ്തിരിക്കുന്നത് മിഡാസിലാണ്. നിലവില് പിന്നെ ജില്ലാ പോലീസ് മേധാവിക്കുണ്ട്, ജില്ലാ ആരോഗ്യ വകുപ്പിനുണ്ട്, പിന്നെ സൂപ്രണ്ടിനുണ്ട്, മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട്, പ്രതിപക്ഷ നേതാവിന് കൊടുത്തിട്ടുണ്ട്, KC വേണുഗോപാലിന് കൊടുത്തിട്ടുണ്ട്, എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് പരാതി.